ഇന്ന് റിലീസായ മെയിൻ ഒരു മലയാള സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ഫസ്റ്റ് ഒരു പ്രോമോ വീഡിയോ ഇവർ ഈ സിനിമയെ പറ്റി അനൗൺസ് ചെയ്തിടത്ത് തൊട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നല്ല രസമായിട്ടാണ് ഇവർ ചെയ്തതൊക്കെ. ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമകൾ പൊതുവെ ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര സെലക്റ്റീവായിട്ട് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഷെയ്ൻ്റെ അടുത്ത സിനിമ ഷെയ്ൻ മഹിമ കോംബോ, പിന്നെ ഒട്ടനവധി നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ബാബുരാജ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി, ഷൈൻ ടോം ചാക്കോ, മാല പാർവതി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇതൊരു കൊച്ചു ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ഇതിൽ ഷെയ്ൻ്റെ ക്യാരക്ടറുടെ പേര് സിമ്പിൾ സിബി എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും സിമ്പിളായിട്ടുള്ള സിനിമയാണ്. നമുക്ക് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല ലവ്ലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. 3 പ്രണയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ പ്രണയം, ഒന്ന് ബാബുരാജിൻ്റെ പ്രണയം, ഒന്ന് ഷെയ്ൻ നിഗത്തിൻ്റെ മഹിമയുടെ പ്രണയം. ഇത് 3 മാത്രമേ ഉള്ളൂ ഈ സിനിമ. മെയിനായിട്ട് കോമഡിയായിട്ട് ഇതിലൊരു 70% കോമഡിയാണ്, ബാക്കിയാണ് ഡ്രാമ ഇമോഷനും ഒക്കെ. ഷെയ്ൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഷെയ്ൻ ബാബുരാജ് കോംബോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മഹിമ ആസ് യൂഷ്വൽ ക്യൂട്ട്നെസ്സും പരിപാടിയൊക്കെ തന്നെ ഈ റോളിന് ആപ്റ്റാണ്. നമ്മുടെ ഷൈൻ ടോം പക്ക മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ റോളിന് വേറെ ആരെയും കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചിരുന്ന കുറച്ചുകൂടി ഒരു ക്യൂട്ട്നെസ്സും പരിപാടിയൊക്കെ കിട്ടിയാണ്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അത് ഷൈൻ ചെയ്തതിലെ കുഴപ്പമല്ല, അത് മിസ്കാസ്റ്റ് ആയിരുന്നു, വേറൊരാളെ വെക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് ഭയങ്കര സംഭവമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ജോണിലൊരു സിനിമ വരുമ്പോൾ അതിൽ ഒന്നെങ്കിൽ ഹെവി കോമഡികൾ പറയും, ഇപ്പോൾ പ്രേമലു ഒക്കെ അടിച്ച പോലെ, അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻ കൊണ്ട് ഫുൾ ടൈം 2 മണിക്കൂർ 14 മിനിറ്റാണ് ഡ്യൂറേഷൻ. ഇത്രയും നേരം നമ്മളെ ഭയങ്കര ഹുക്കാക്കി ഇരുത്തണം. ഇതിൽ അത് രണ്ടും ഇല്ല. കോമഡികൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല കോമഡികൾ ഉണ്ടെങ്കിൽ പോലും പൊട്ടിച്ചിരിക്കുന്ന കോമഡികളല്ല, നമ്മുടെ മുഖത്തൊരു ചെറു പുഞ്ചിരിയായിട്ട് കാണാൻ പറ്റിയ കോമഡികളാണ്, അല്ലാതെ ഹെവി ചിരിച്ച് മറിയുന്ന കോമഡികളല്ല. പിന്നെ ഫീൽ ഗുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ ആയിട്ടേ ഉള്ളൂ. അത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫ് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു സിനിമയുടെ ഈ കോമഡികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ലൂസായി പോകുന്നുണ്ട് പല സ്ഥലത്തും. പിന്നെ ടെക്നിക്കലി കൊള്ളായിരുന്നു. പാട്ടുകൾ നല്ല പാട്ടുകളാണ്. പാട്ടും കോമഡിയുമാണ് ഈ സിനിമയിലെ ഒരു USP ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ പാട്ടിന് അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിധി കഴിയുമ്പോൾ ബാക്ക് ടു ബാക്ക് പാട്ട്, ഈ പാട്ട് സെപ്പറേറ്റ് ആയിട്ട് കേട്ടാൽ രസമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ 2 സ്ഥലത്തായിട്ട്, അത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒറ്റ സീനിൻ്റെ ഗ്യാപ്പിൽ പാട്ടുകൾ വരുന്നുണ്ട്. അതായത് 2 പാട്ടായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പം പാട്ട് കുറച്ച് അധികം ആയാലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആകത്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയി തിയേറ്ററിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരും മോശം പറയത്തില്ല, കുഴപ്പമില്ലാത്തൊരു നല്ല സിനിമയാണല്ലോ എന്ന് പറയും, ഒരു കൊച്ചു നല്ല സിനിമയാണല്ലോ എന്ന് പറയും. തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ചോദിച്ചാൽ അതിനുള്ള, അതായത് മസ്റ്റ് വാച്ച് തിയേറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ തലവനും ടർബോ ഗുരുവായൂരമ്പലത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ വീക്കെൻഡിൽ സിനിമയ്ക്ക് പോകണമെന്നാണെങ്കിൽ ഇതാണ് ഓപ്ഷൻ, ഫാമിലിയായിട്ട് പോയി കാണാം. അല്ലെങ്കിൽ OTT ഒക്കെ വന്ന് കഴിയുമ്പോഴും കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഒരു മോശം സിനിമയല്ല, എന്നാൽ ഒരു അത്യുഗ്രൻ സിനിമയല്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3/5 ആണ്.